ഇപ്പോൾ ഏകാദശി വ്രത സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതങ്ങ് പുറത്തു കൊള്ളും. എന്റെ കണ്ണാ, ഭഗവാനെ അറിയാതെ ചെയ്തതാണ് ഈ വേളയിൽ, ആയതിനാൽ ഒന്ന് പുറത്തേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അതങ്ങ് ക്ഷമിച്ചുകൊള്ളും. എന്നാൽ മഹാദേവന്റെ കാര്യം അങ്ങനെയല്ല. ശിവഭഗവാൻ ഇത്തിരി സെൻസിറ്റീവാണ്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 95. അന്ത്യനിമിഷങ്ങൾ എപ്പോഴാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവസാന കർമ്മങ്ങളെങ്കിലും ശ്രേഷ്ഠമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുമായിരുന്നു. ഹരേ കൃഷ്ണ. നമസ്കാരം. നമ്മുടെ വീഡിയോകൾ കാണുന്നവരിൽ ഭൂരിഭാഗവും ശ്രീകൃഷ്ണ ഭക്തരായതുകൊണ്ട് തന്നെയും ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളിലായിരിക്കും കൂടുതലും ഭക്തർ ഏർപ്പെട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ ശിവരാത്രി വന്നിരിക്കുകയാണ്. നമ്മൾ നിത്യേന എടുക്കുന്ന ഏകാദശി വ്രതങ്ങൾ പോലെ തന്നെ ഏറ്റവും മഹത്തരമാണ് ശിവരാത്രി നാളുകളിലെ വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൃഷ്ണ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എപ്രകാരമാണ് ശിവരാത്രി വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടേണ്ടത്? ഏകാദശി വ്രതങ്ങളിൽ നിന്നും മഹാദേവനുമായി ബന്ധപ്പെട്ട ശിവരാത്രി വ്രതം എപ്രകാരമാണ് വ്യത്യസ്തമാകുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി വിശദമായി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകാട്ടോ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എന്നത്തെയും പോലെ തന്നെ അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ മഹത്തരമായിട്ടുള്ള ഈ വീഡിയോ വിഷയം മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. സ്ഥിരമായി അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ കൃഷ്ണഭക്തരും ഇപ്രാവശ്യം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആദ്യമേ തന്നെ ഓർത്തുകൊള്ളുക. മഹാദേവനുമായി ശിവഭഗവാനുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൻ വളരെയേറെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഏകാദശി വ്രത സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതങ്ങ് പുറത്തു കൊള്ളും. എന്റെ കണ്ണാ, ഭഗവാനെ അറിയാതെ ചെയ്തതാണ് ഈ വേളയിൽ, ആയതിനാൽ ഒന്ന് പുറത്തേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അതങ്ങ് ക്ഷമിച്ചുകൊള്ളും. എന്നാൽ മഹാദേവന്റെ കാര്യം അങ്ങനെയല്ല. ശിവഭഗവാൻ ഇത്തിരി സെൻസിറ്റീവാണ്. തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഈ വേളകളിൽ ശിവരാത്രി സമയങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുറുമ്പ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പൊറുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. ആയതിനാൽ ഏകാദശി വ്രതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ശിവരാത്രി വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് കരുതി ഓരോ ഏകാദശി വ്രതവും കുട്ടികളിയായിട്ട് കാണരുത്. ഏതൊരു വ്രതാനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോഴും അത്രമാത്രം ശ്രദ്ധ അല്ലെങ്കിൽ ഗൗരവം ഭക്തജനങ്ങൾ എല്ലാവരും ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഏകാദശി വ്രതങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാണ് ശിവരാത്രി വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. നമ്മൾ കൃഷ്ണഭക്തർ ഗുരുവായൂർ ഏകാദശിക്ക് വേണ്ടി കാത്തിരിക്കാറില്ലേ? അതേപോലെ തന്നെയാണ് ശിവഭക്തർ എല്ലാവരും അത്രമേൽ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ദിവസമാണിത്. മഹാദേവ പൂജയിൽ ഏറ്റവും ശ്രേഷ്ഠവും പുണ്യം ലഭിക്കുന്ന ദിവസവുമായാണ് മഹാശിവരാത്രി ദിവസത്തെ കാണുന്നത്. മറ്റുള്ള എല്ലാ മഹാദേവ പൂജകളിൽ നിന്നും വിഭിന്നമായി ഈ ദിവസം 1000 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കൃഷ്ണഭക്തർ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എപ്പോഴും തുളസി ജപമാലയായിരിക്കും ശ്രീകൃഷ്ണ പ്രീതിക്ക് വേണ്ടി ഉണ്ടായിരിക്കുക. എന്നാൽ ഈ 3 ദിവസ ശിവരാത്രി വ്രതവേളകളിൽ നിങ്ങൾ തുളസി ജപമാലകളിൽ നിന്നും വിഭിന്നമായി രുദ്രാക്ഷ ജപമാലകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ രുദ്രാക്ഷ ജപമാലകൾ ഈ വേളകളിൽ കയ്യിലില്ല എങ്കിൽ പോലും രക്തചന്ദനമാല ഉപയോഗിക്കുക. രക്തചന്ദന ജപമാല ശ്രീകൃഷ്ണ പ്രീതിക്കും മഹാദേവ പ്രീതിക്കുമായി ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ശിവപുരാണം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങളാണ് ഈ വേളകളിൽ ഭക്തജനങ്ങൾ ഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ വായിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 3 ദിവസം മുമ്പെങ്കിലും നാം ശിവരാത്രി വ്രതത്തോടനുബന്ധിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത്
അത്യാവശ്യമാണ്. പിന്നെ ഈ ദിവസങ്ങളിലെ ഭക്ഷണക്രമത്തിന്റെ കാര്യം പറയുകയാണ് എങ്കിൽ പരിപൂർണമായും അവ ഒഴിവാക്കണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യം, ശരീരഘടന എന്നിവയ്ക്കനുസരിച്ച് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. എപ്പോഴും നല്ലത് ഒരിക്കൽ എടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇളം ചൂടുവെള്ളം കഴിക്കുന്നതാണ്. ഇപ്പോൾ തുളസി ജപമാലയിൽ നിന്നും വിഭിന്നമായി രുദ്രാക്ഷ ജപമാല നമ്മുടെ കൈവശം ഉണ്ടാകണമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിർബന്ധമായും ഈ ശിവരാത്രി വേളകളിൽ ശിവരാത്രി വ്രതാനുഷ്ഠാനത്തിൽ നിർബന്ധമായും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് വസ്തുക്കളുണ്ട്. അവയിൽ ആദ്യത്തേത് ഗ്രന്ഥങ്ങളാണ്. മഹാശിവപുരാണം, മാർക്കണ്ഡേയ പുരാണം മുതലായ ഗ്രന്ഥങ്ങൾ നാം നിർബന്ധമായും വായിക്കുവാനായി കയ്യിൽ കരുതേണ്ടതാണ്. രണ്ടാമത്തേത് ഭക്തജനങ്ങൾക്ക് എല്ലാം അറിയാം, ഭസ്മം. ഭസ്മധാരണം ഈ വേളകളിൽ നടത്തുന്നത് അത്യുത്തമം എന്ന് പറയുന്നു. ചന്ദനത്തിന് പകരമായി ഈ 3 ദിവസങ്ങളിൽ ഭസ്മം ധാരണം ചെയ്യാവുന്നതാണ്. ഭസ്മദാനം, ശിവപുരാണ, മാർക്കണ്ഡേയ പുരാണ ഗ്രന്ഥദാനങ്ങൾ, ക്ഷേത്രങ്ങളിൽ രുദ്രാക്ഷ മണികൾ അല്ലെങ്കിൽ രുദ്രാക്ഷ ജപമാലകൾ സമർപ്പിക്കുന്നത്, ദാനമായി നൽകുന്നത് എല്ലാം ഈ വേളകളിൽ ശ്രേഷ്ഠമാണ്. മഹാദേവ പ്രീതി ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി ഈ 3 ദാനകർമ്മങ്ങളും കരുതപ്പെടുന്നു. നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഒരു വർഷത്തിൽ കൂടുതലായും ആരാധിക്കുന്നത് എങ്കിൽ ഈ വേളകളിൽ രുദ്രാക്ഷ ജപമാല ജപിച്ചു കഴിഞ്ഞ് ശിവരാത്രി വ്രതമൊക്കെ കഴിഞ്ഞ് പിന്നീട് അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അത്രമേൽ ശ്രേഷ്ഠതയോടുകൂടി മഹാദേവ ക്ഷേത്രങ്ങളിൽ ഈ രുദ്രാക്ഷ ജപമാലകൾ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. പിന്നീട് അടുത്ത ശിവരാത്രി വരുമ്പോൾ മറ്റൊന്ന് വാങ്ങുക. ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങളൊരു അതീവ മഹാദേവ ഭക്തനാണ് എങ്കിൽ ഇത്തരത്തിൽ ചെയ്യേണ്ടതില്ല. ഏറ്റവും ശ്രേഷ്ഠമായ മഹാശിവരാത്രി വ്രത അനുഷ്ഠാനത്തിൽ നിങ്ങൾ ഉപയോഗിച്ച ഈ രുദ്രാക്ഷ ജപമാല തീർച്ചയായും പൂജാമുറിയിൽ അല്ലെങ്കിൽ ശിവകുടുംബ ചിത്രത്തിനരികിലോ മഹാദേവനുമായി ബന്ധപ്പെട്ട ഗണപതി പാർവതി ദേവിയുമായി ഒക്കെ ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. ഒരു ശിവഭക്തനാണ് എങ്കിൽ അവിടെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കാരണം ഇടയ്ക്ക് നിങ്ങളത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. ഒരു കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ ഭക്ത ഈ രുദ്രാക്ഷ ജപമാല പിന്നീട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ കൂടുതലായും രക്തചന്ദന ജപമാല അല്ലെങ്കിൽ തുളസി ജപമാലയായിരിക്കും ശ്രീകൃഷ്ണ പ്രീതിക്ക് വേണ്ടി കൂടുതലായും ഉപയോഗിക്കുന്നത്. അവർക്ക് തീർച്ചയായും അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. എന്നാൽ നിങ്ങളത് ചെയ്യേണ്ടതില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നീടുള്ള മഹാദേവ ശിവ പൂജകളിൽ അല്ലെങ്കിൽ ജപങ്ങളിൽ തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായി പറയുവാനുള്ളത് മഹാദേവ ശിവകുടുംബ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശിവരാത്രി വ്രതത്തിൽ ശിവകുടുംബ മഹാദേവ ചിത്രങ്ങൾക്ക് അരികിൽ നിന്നായിരിക്കണം ജപിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പരമാവധി ഈ 3 ദിവസമെങ്കിലും ഭഗവാന്റെ അടുത്തിരുന്ന് സമയം ചെലവഴിക്കുവാൻ ഭക്തർ ശ്രദ്ധിക്കേണ്ടതാണ്. പറ്റാച്ചാൽ അടുത്തുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവുക. മഹാദേവ പ്രീതിക്ക് വേണ്ട പൂജകളോ വഴിപാടുകളോ ആദ്യം പറഞ്ഞതുപോലെയുള്ള ദാനധർമ്മങ്ങളിലോ ഏർപ്പെടാവുന്നതാണ്. അത് അത്രമേൽ ശ്രേഷ്ഠമാണ്. ഇനി ഇതിനെല്ലാം ഉപരിയായി മഹാദേവന്റെ കൂടുതലായിട്ടുള്ള ഒരു പ്രീതി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്താൽ മതി കേട്ടോ. കൂവളമാല സമർപ്പിക്കാം. മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കൂവളമാലകൾ ലഭിക്കുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊള്ളുക. അറിയാതെ കൂവള പൂജ മഹാദേവന് വേണ്ടി ചെയ്ത ഒരു മഹാരാജാവിന്റെ കഥയുണ്ട്, ഐതിഹ്യമുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. ഒട്ടുമിക്ക ശിവഭക്തർക്കും ഈ ഒരു കഥ ചിലപ്പോൾ അറിയാമായിരിക്കും. സമയത്തിന് ദൈർഘ്യം മൂലമാണ് അത് പറയാത്തത്. മഹാദേവ പ്രീതിക്കായി ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് കൂവളമാല സമർപ്പണവും രുദ്രാക്ഷ സമർപ്പണവും. തീർച്ചയായും ഈ ഒരു കാര്യം കൂടി എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനുള്ളത്. തീർച്ചയായും ഈ ഒരു അറിവ് ഭക്തജനങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു നൽകുക, അവർക്കും അയച്ചു കൊടുക്കുക. മാത്രമല്ല വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിപ്പോൾ എന്തു തന്നെയായാലും സംശയങ്ങൾ ഉണ്ടാച്ചാൽ പോലും തീർച്ചയായും അത് താഴെ എഴുതി അറിയിക്കുക കേട്ടോ. കമന്റിൽ എഴുതുക. നിങ്ങൾക്കിനി ഈ വീഡിയോയിൽ പറഞ്ഞതല്ലാതെ കൂടുതലായി മറ്റെന്തെങ്കിലും അറിയാമെങ്കിൽ അതും എഴുതിക്കൊള്ളുക. മറ്റുള്ളവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും അത്. പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഗിരി എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനും കുടുംബവുമാണ്. അവർ ശിവരാത്രി വ്രതത്തിൽ പങ്കാളികളാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തുകൊള്ളൂ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാമെന്ന് അവർ ഏറ്റിട്ടുള്ളത്.
എന്തായാലും എന്താഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ ഭഗവാന്റെ നാമത്തിൽ ഇരിയേട്ടനും കുടുംബവും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത്, ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടനും ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്കും വീഡിയോകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ്. പ്രത്യേകാൽ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കുട്ടികളുടെ പിറന്നാൾ, ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്രത്യേക വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സ്പോൺസർ ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിൽമെൻ്റ് കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. അവർ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ, മറുപടികൾ നൽകുന്നതായിരിക്കും. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.